ഒരിക്കൽ കാലങ്ങൾക്കപ്പുറം പച്ചപ്പും ശാന്തിയും നിറഞ്ഞ ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ വലിയ സമ്പത്തൊന്നുമില്ലായിരുന്നു. പക്ഷേ അവിടുത്തെ മനുഷ്യരുടെ ഹൃദയം നിറഞ്ഞിരുന്നത് വിശ്വാസത്താലും സ്നേഹത്താലുമായിരുന്നു. ആ ഗ്രാമത്തിന്റെ അറ്റത്ത് ചെറിയൊരു കുടിലിൽ മാധവൻ എന്ന ദരിദ്രനായൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു. ദിവസേനെ കഠിനമായി ജോലി ചെയ്തിട്ടും ജീവിതം മുന്നോട്ടു പോകുന്നില്ലെന്ന വേദന അവനെ അലട്ടിക്കൊണ്ടിരുന്നു. ഒരു നേരം വയറു നിറയാൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ദിവസങ്ങളായിരുന്നു അവൻ്റേത്. ഒരു രാത്രി വിശപ്പും വിഷമവും കൊണ്ട് ഉറങ്ങാതെ കിടക്കുമ്പോൾ മാധവൻ കണ്ണുകൾ നിറഞ്ഞ് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞാൻ കഠിനമായി പരിശ്രമിക്കുന്നു, എന്നിട്ടും എന്റെ ജീവിതത്തിൽ ഐശ്വര്യം വരാത്തതെന്ത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത്? ആ ചോദ്യം ഹൃദയം കീറുന്നതായിരുന്നു. ആ രാത്രിയിൽ അവൻ ഉറക്കത്തിലേക്ക് വഴുതുമ്പോൾ ഒരു ദിവ്യസ്വപ്നം അവനെ തേടിയെത്തി. വെളുത്ത പ്രകാശത്തിനകത്ത് ശാന്തമുഖത്തോടെ പരമേശ്വരൻ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ശിവൻ സ്നേഹത്തോടെ പറഞ്ഞു, മാധവാ, ഐശ്വര്യം പണം മാത്രമല്ല, മനസ്സിന്റെ ശുദ്ധിയും കർമ്മത്തിന്റെ സത്യവും കൂടിയാലേ അത് ജീവിതത്തിലേക്ക് വരൂ. അത്ഭുതത്തോടെയും ഭയത്തോടെയും മാധവൻ ചോദിച്ചു, പ്രഭോ, എനിക്കതെങ്ങനെ നേടാം? ശിവൻ പുഞ്ചിരിയോടെ പറഞ്ഞു, നാളെ പ്രഭാതത്തിൽ നീ ഒരു കാര്യം ചെയ്യും. കിട്ടുന്നതെല്ലാം ദൈവദാനമെന്ന് കരുതി സ്വീകരിക്കും. വഴിയിൽ വരുന്ന ആരെയും അവഗണിക്കില്ല. സത്യം, ദാനം, ക്ഷമ, ഈ 3 വിട്ടുപോകരുത്. പിന്നെ ഐശ്വര്യം നിന്നെത്തന്നെ തേടിവരും. പുലർച്ചെ ആ സ്വപ്നം ഹൃദയത്തിൽ ചുമന്നുകൊണ്ട് മാധവൻ എഴുന്നേറ്റു. അവൻ പതിനുപോലെ ജോലിക്കായി പുറപ്പെട്ടു. വഴിയിൽ ഒരു വയോധികൻ ദാഹിച്ചു കിടക്കുന്നത് കണ്ടു. തന്റെ കയ്യിലുണ്ടായിരുന്ന അവസാന കുടിവെള്ളം പോലും ചിന്തിക്കാതെ അവൻ വയോധികന് നൽകി. അല്പദൂരം മുന്നോട്ടു പോയപ്പോൾ വിശപ്പോടെ കരയുന്ന ഒരു കുഞ്ഞിനെയും അമ്മയെയും കണ്ടു. അന്നത്തെ തന്റെ അന്നം അവർക്ക് നൽകി പുഞ്ചിരിയോടെ മുന്നോട്ട് നടന്നു. അന്നേ ദിവസം അത്ഭുതകരമായി അവനൊരിക്കലും ലഭിക്കാത്തത്ര ജോലി ലഭിച്ചു. സന്ധ്യയായപ്പോൾ ഒരു വ്യാപാരി അവന്റെ സത്യസന്ധതയിൽ സന്തോഷിച്ച് സ്ഥിരം ജോലി നൽകി. ദിവസങ്ങൾ കടന്നുപോയി. മാധവന്റെ ജീവിതത്തിൽ സമാധാനം വന്നു. സമാധാനത്തോടൊപ്പം സമ്പത്തും ബന്ധങ്ങളും ബഹുമാനവും അവനെ തേടിവന്നു. ഒരു ദിവസം സമ്പന്നനായെങ്കിലും വിനയമുള്ള മനുഷ്യനായി മാറിയ മാധവൻ വീണ്ടും അതേ കുടിലിന്റെ മുന്നിലിരുന്ന് ദൈവത്തെ ഓർത്ത് കണ്ണടച്ചു. അപ്പോൾ ശിവന്റെ ശബ്ദം ഹൃദയത്തിൽ മുഴങ്ങി, മാധവാ, നീ ഐശ്വര്യം തേടിയില്ല, നീ സത്യം തിരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് ഐശ്വര്യം നിന്നെ തേടിവന്നത്. മാധവന്റെ ജീവിതത്തിൽ സമാധാനവും അല്പം സമൃദ്ധിയും വന്നതോടെ ഗ്രാമത്തിലെ പലരും അവനെ അത്ഭുതത്തോടെയാണ് നോക്കിയത്. ഒരിക്കൽ അന്നം കിട്ടാൻ പോലും വയ്യാതിരുന്ന മനുഷ്യൻ ഇന്ന് മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നവനായി മാറിയത് എല്ലാവരെയും വിസ്മയിപ്പിച്ചു. എന്നാൽ മാധവന്റെ മനസ്സിൽ ഒരിക്കലും അഹങ്കാരം വന്നില്ല. അവൻ ഓരോ ദിവസവും രാവിലെ തൊഴുന്നതിനു മുമ്പ് ഒരു കാര്യമാണ് പറയുന്നത്, ദൈവമേ, ഇന്ന് കിട്ടുന്നതെല്ലാം നിന്റെ കൃപയാണ്, എനിക്കത് പങ്കുവെക്കാനുള്ള മനസ്സ് നൽകണേ. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ മാധവന്റെ ജീവിതത്തിലേക്ക് ഒരു വലിയ പരീക്ഷണമെത്തി. ഗ്രാമത്തിലൂടെ കടന്നുപോയ ഒരു വലിയ കച്ചവടക്കാരൻ ആളുകളെ വഞ്ചിച്ച് പണം സമ്പാദിക്കുന്നവനായിരുന്നു. അയാൾ മാധവനെ വിളിച്ചു പറഞ്ഞു, നിനക്ക് ഒരു രാത്രി കൊണ്ട് വലിയ സമ്പത്ത് വേണമെങ്കിൽ എന്റെ കൂടെ വരിക. അല്പം തെറ്റായ മാർഗമാണെങ്കിലും ഫലം വലുതായിരിക്കും. ഒരു നിമിഷം പഴയ ദാരിദ്ര്യത്തിന്റെ വേദന മാധവന്റെ മനസ്സിൽ മിന്നിപ്പോയി. പക്ഷേ ശിവൻ സ്വപ്നത്തിൽ പറഞ്ഞ വാക്കുകൾ അവന്റെ ഹൃദയത്തിൽ മുഴങ്ങി, സത്യം വിട്ടുപോയാൽ ഐശ്വര്യം നിന്നെ വിട്ടുപോകും. മാധവൻ ശാന്തമായി ആ കച്ചവടക്കാരനോട് പറഞ്ഞു, എനിക്ക് വേഗത്തിൽ വരുന്ന ധനം വേണ്ട, സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്ന ജീവിതമാണ് എനിക്ക് വേണ്ടത്. അത് കേട്ട് അയാൾ ചിരിച്ചു മാറി നടന്നു. ആ രാത്രി മാധവൻ ശൂന്യമായ കൈകളോടെയാണ് വീട്ടിലെത്തിയത്. പക്ഷേ അവന്റെ ഹൃദയം സമാധാനത്തോടെ നിറഞ്ഞിരുന്നു. അന്നു രാത്രി വീണ്ടും ദൈവീക സ്വപ്നം. ശിവൻ പറഞ്ഞു, ഇതാണ് യഥാർത്ഥ പരീക്ഷണം. ധനം കിട്ടില്ലെന്ന് കരുതി സത്യം വിട്ടുപോകാത്തവനെയാണ് ഐശ്വര്യം വിശ്വസിക്കുക. അടുത്ത ദിവസങ്ങളിൽ ആ കച്ചവടക്കാരൻ പിടിയിലാവുകയും മാധവന്റെ സത്യസന്ധത രാജാവിന്റെ കാതിലെത്തുകയും ചെയ്തു. രാജാവ് അവനെ വിളിപ്പിച്ചു, നിനക്ക് ധനം വേണ്ടാതെ സത്യം തിരഞ്ഞെടുത്തു എന്ന് കേട്ടു. അങ്ങനെയുള്ളവരാണ് രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്ത് എന്ന് രാജാവ് പറഞ്ഞു. രാജാവിന്റെ അനുഗ്രഹത്തോടെ മാധവന് സ്ഥിരമായ ഒരു വലിയ ജോലി ലഭിച്ചു. എന്നാൽ അവൻ സ്വന്തമായി ഒന്നുകൂടി തീരുമാനിച്ചു, എനിക്കു മാത്രം സമ്പത്തു മതിയെന്നില്ല,
എന്റെ ഗ്രാമവും ഐശ്വര്യത്തോടെ ജീവിക്കണം. അവൻ ഗ്രാമത്തിലെ കുട്ടികൾക്കായി പഠനകേന്ദ്രം ആരംഭിച്ചു. വിശപ്പുള്ളവർക്കായി ഒരു അന്നദാനം തുടങ്ങി. ഓരോ വെള്ളിയാഴ്ചയും ഇത് ദൈവത്തിന്റെ ദാനം എന്നു പറഞ്ഞ് ഭക്ഷണം വിതരണം ചെയ്തു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഗ്രാമം തന്നെ മാറി. ഒരിക്കൽ ദുരിതത്തിലായിരുന്ന പലരും തൊഴിൽ കണ്ടു. വീട്ടുവളപ്പുകളിൽ വിളവ് വർദ്ധിച്ചു. ആരൊക്കെയോ ചോദിച്ചു, മാധവ, നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഐശ്വര്യം വന്നതിന്റെ രഹസ്യമെന്താണ്? അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു, ഞാൻ ഐശ്വര്യം തേടിയില്ല. ഞാൻ വിശ്വാസത്തെയും നന്മയെയും തേടി. പിന്നെ ഐശ്വര്യം എന്നെ തന്നെ തേടി വന്നു. ഒരു ദിവസം ഗ്രാമത്തിൽ വലിയൊരു ദുരന്തമുണ്ടായി. ശക്തമായ വരൾച്ച. കിണറുകൾ ഉണങ്ങി, വിളകൾ കത്തി. പഴയ കാലമായിരുന്നെങ്കിൽ മാധവനും വിഷമിച്ചേനെ. പക്ഷേ അവൻ ജനങ്ങളെ കൂട്ടി പറഞ്ഞു, ഭയപ്പെടരുത്, ദൈവം പരീക്ഷിക്കുകയാണ്. നാം ഒറ്റക്കെട്ടായി നിൽക്കണം. അവന്റെ നേതൃത്വത്തിൽ ഗ്രാമക്കാർ ചേർന്ന് കിണറുകൾ ശുദ്ധിപ്പെടുത്തി, മഴക്കായി പ്രാർത്ഥന നടത്തി. അന്നേ രാത്രി കനത്ത മഴ പെയ്തു. ആളുകൾ അതിനെ ദൈവകൃപയായി കണ്ടു. ആ രാത്രിയിൽ ശിവൻ വീണ്ടും ദർശനം നൽകി. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഐശ്വര്യം വരുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രകാശമാകണം. നീ അതാണ് ചെയ്തിരിക്കുന്നത്. മാധവന്റെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു. അവൻ പറഞ്ഞു, പ്രഭു, ഇത് എന്റെ കഥയല്ല, ഇത് കേൾക്കുന്ന ഏവരുടെയും കഥയാണ്. അതുകൊണ്ടാണ് ഇന്നും ഈ കഥ പറയപ്പെടുന്നത്. കാരണം ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഐശ്വര്യം ഒരു പെട്ടെന്ന് ലഭിക്കുന്ന ഭാഗ്യമല്ല, അത് വിശ്വാസത്തിന്റെ ഫലമാണ്, നന്മയുടെ വിളവാണ്, സത്യം വഴിയായി വന്ന ദൈവകൃപയാണ്. ഇത്തരത്തിലുള്ള ദൈവീക കഥകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ കഥ നിങ്ങളുടെ ജീവിതത്തിലും ഐശ്വര്യം പകരട്ടെ.